എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെയും ഞാൻ വൃഥാ വിടുകയില്ല എന്ന വചനത്തിലൂടെ യേശു നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞു വെക്കുന്ന സങ്കീർത്തകൻ പറയുന്നുണ്ട്. നിർമ്മലമായ ഒരു ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കുവാൻ എന്റെ കർത്താവേ ഞാൻ നിന്റെ അരികിലേക്ക് അണയുകയാണ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വഴിയിലൂടെ തന്റെ മകന്റെ അടുത്തേക്ക് തിരികെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങൾ ഈ ഒരു നിമിഷം നമുക്ക് ലഭിക്കാറുണ്ടെങ്കിൽ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശ്വരനാഥ, അനവധിയായ ആഗ്രഹങ്ങളും അതിലേറെ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്റെ മുൻപിലായിരിക്കുന്നത്. ലോകത്തിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മാതാവിന്റെ മാനസത്തിലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുകയെന്ന് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലായിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തുറന്ന ഹൃദയത്തോടുകൂടി തുറന്ന കരങ്ങളോടുകൂടി ദിവ്യകാരുണ്യനാഥനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വഴിയിലൂടെ ജപമാല ചൊല്ലി ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കുവാൻ തന്റെ തിരുകുമാരനായ ഈശോ നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്റെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നും നിന്റെ അപേക്ഷിതമെങ്കിൽ അവ സാധിച്ചു തരണമേ. രോഗങ്ങളാലും പണത്തിന്റെ ബുദ്ധിമുട്ടുകളാലും മറ്റു പ്രശ്നങ്ങളാലും ഒക്കെ വലയുന്ന എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഈശോയെ നിനക്ക് മുൻപിൽ ഞാൻ കാഴ്ചവെക്കുകയാണ്. കാൽവരിയിൽ നിനക്കൊപ്പമായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ എന്റെ ജീവിത ദുരിതങ്ങളുടെ ഓരോ കുരിശുകളും പേറി ഞാൻ നിന്റെ മുൻപിലായിരിക്കുകയാണ്. ദീപികാരുടെ നാഥ, നിന്റെ മുൻപിൽ പൊട്ടിക്കുത്തി നിൽക്കുന്ന എന്റെ ഓരോ നിയോഗങ്ങളും കുരിശുകളും അവ രക്ഷയുടെ സംഭവമാക്കി മാറ്റുവാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഈശോയുടെ മുൻപിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹങ്ങൾ മേടിക്കുവാനായിട്ടുള്ള അവർണ്ണനീയമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന സമയമാണിത്. എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു നിയോഗം, എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഏറ്റവും ഹൃദ്യമായിട്ടുള്ള എന്റെ ഒരു പ്രാർത്ഥന, എന്റെ ജീവിതത്തെ എന്റെ ഹൃദയത്തെ വേദനയുളവാക്കുന്ന എന്റെ ഒരു നിയോഗം, ആ നിയോഗം നമ്മളുടെ കരങ്ങളിലെടുത്ത് ക്രിസ്തുനാഥനെ സമർപ്പിച്ചുകൊണ്ട്